യുധിഷ്ഠിരന്റെ ഉത്തരം കേട്ട് അതീവ സന്തോഷത്തോടെ യക്ഷൻ പറഞ്ഞു, ഞാൻ ഇതാ നിന്റെ സഹോദരന്മാർക്ക് എല്ലാവർക്കും തന്നെ ജീവൻ തിരിച്ചു നൽകുന്നു. യക്ഷന്റെ അനുഗ്രഹത്താൽ ഭീമനും അർജുനനും നകുല സഹദേവന്മാർക്കും ജീവൻ തിരിച്ചു ലഭിച്ചു. സന്തോഷത്തോടെ യുധിഷ്ഠിരൻ യക്ഷനോട് പറഞ്ഞു, അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും അങ്ങ് ഒരു യക്ഷൻ മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ദയവ് ചെയ്ത് അങ്ങ് സ്വരൂപം സ്വീകരിച്ചാലും. അപ്പോൾ യക്ഷൻ നിന്ന സ്ഥാനത്തായി മരണത്തിന്റെ ദേവനായ സാക്ഷാൽ യമധർമ്മൻ പ്രത്യക്ഷപ്പെട്ടു. ധർമ്മത്തിന്റെ ദേവനായ യമധർമ്മന്റെ അനുഗ്രഹത്താൽ കുന്തിക്ക് പിറന്ന പുത്രനാണ് യുധിഷ്ഠിരൻ എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. യമദേവൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, പുത്ര, നിന്റെ ധർമ്മബോധം ഒന്ന് പരീക്ഷിച്ച് അറിയുവാനായി വന്നതായിരുന്നു ഞാൻ. നിന്റെ ധർമ്മബോധം എന്നെ അത്യധികം പ്രീതിപ്പെടുത്തിയിരിക്കുന്നു യുധിഷ്ഠിര. പറയൂ പുത്ര, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? യുധിഷ്ഠിരൻ പറഞ്ഞു, 12 വർഷം നീണ്ട വനവാസത്തിന്റെ അവസാന വർഷത്തിലാണ് നമ്മളിപ്പോൾ. അടുത്ത ഒരു വർഷം ഞങ്ങൾ അജ്ഞാതവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. ഞങ്ങളുടെ അജ്ഞാതവാസ കാലത്ത് ഞങ്ങളെ ആർക്കും തന്നെ കണ്ടെത്തുവാൻ കഴിയരുത് എന്ന വരം നൽകിയാലും ദേവ. അതിന് പ്രകാരം അജ്ഞാതവാസകാലത്ത് പാണ്ഡവരെ ആർക്കും തന്നെ കണ്ടെത്തുവാൻ കഴിയുകയില്ല എന്ന വരം യമധർമ്മൻ പാണ്ഡവർക്ക് നൽകി.